നമസ്കാരം. ഇന്നത്തെ ക്ലാസ് 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റായ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th സെക്കൻഡ് ആൻഡ് തേർഡ് ചാപ്റ്റർ ഉണ്ട്, അതായത് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ. അപ്പം ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മാഗ്നറ്റിസത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റിസം, കാന്തികത. നമുക്കറിയാം മാഗ്നറ്റിസം എന്ന് പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ളത്. അതായത് ഓൾമോസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിലെല്ലാം എന്താണ് ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള കമ്പോണൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചോക്ക്, ഇൻഡക്റ്റേഴ്സ്, അല്ലെങ്കിൽ എന്താണ് ജനറേറ്റേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്, അങ്ങനെയുള്ള ഉണ്ടല്ലോ, ഇതിലെല്ലാം എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ മാഗ്നറ്റിസം എന്ന് പറഞ്ഞിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് ഈ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഫീൽഡിലുള്ളത്. അപ്പോൾ മാഗ്നറ്റിസം, കാന്തികത. എന്താണ് ഈ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ? മാഗ്നറ്റിസം ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ സബ്സ്റ്റൻസ് വിച്ച് പുൾ ക്ലോസർ ഓർ റിപ്പൽ അതർ ഒബ്ജക്ട്സ്. അതായത് ഓരോ സബ്സ്റ്റൻസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഈ മാഗ്നറ്റിസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് മറ്റ് ഒബ്ജക്ട്സിനെ ഒന്നുകിൽ എന്താണ് അട്രാക്റ്റ് ചെയ്യുന്നു, അടുപ്പിച്ച് നിർത്തുന്നു, ക്ലോസറായിട്ട് നിർത്തുന്നു, അല്ലെങ്കിൽ റിപ്പൽ ചെയ്യുന്നു, ആകർഷണവും വികർഷണവും. രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ ആകർഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് വികർഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒബ്ജക്റ്റിൻ്റെ ആ പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്നതാണ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആ മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഒരു വസ്തു മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡിലുള്ള വസ്തുവിന്മേൽ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ? ആ മാഗ്നറ്റിക് ഫോഴ്സിനെയാണ് നമ്മൾ മാഗ്നറ്റിസം എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ല? അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ക്യാൻ ക്രിയേറ്റ് എ മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ അതർ ഒബ്ജക്ട്സ് വിത്ത് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡുള്ള മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് മാഗ്നറ്റിക് ഫീൽഡുള്ള വേറൊരു ഒബ്ജക്റ്റ് എന്താണ് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് മാഗ്നറ്റിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡുള്ള ആ സബ്സ്റ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? മാഗ്നറ്റ് എന്ന് വിളിക്കാം. മനസ്സിലായല്ലോ? അപ്പം മാഗ്നറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഏതൊരു സബ്സ്റ്റൻസുമാണ് അത് അട്രാക്റ്റ് ചെയ്യുന്നു അല്ലേ? അല്ലെങ്കിൽ അയൺ പോലെയുള്ള വസ്തുക്കളെ അട്രാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ നമുക്ക് മാഗ്നറ്റ് എന്ന് പറയാം. ക്ലിയർ അല്ല? അപ്പം മാഗ്നറ്റ് ഈസ് എനി സബ്സ്റ്റൻസ് വിച്ച് അട്രാക്റ്റ് അയൺ ഓർ അയൺ ലൈക്ക് സബ്സ്റ്റൻസ്. അപ്പം അയൺ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതൊരു വസ്തുക്കളെയും അട്രാക്റ്റ് ചെയ്യാനൊരു പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാം? മാഗ്നറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ മാഗ്നറ്റ് നാച്ചുറൽ സ്റ്റേറ്റിലും കാണപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതുണ്ട്. ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന മാൻമെയ്ഡ് ആയിട്ടുള്ള മാഗ്നറ്റും ഉണ്ട്. ഈ നാച്ചുറൽ സ്റ്റേറ്റിലുള്ള മാഗ്നറ്റ് സാധാരണയായിട്ട് കാണപ്പെടുന്നത് മാഗ്നറ്റിക് ഓർസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അങ്ങനെയുള്ളൊരു മാഗ്നറ്റിക് ഓറാണ് ദാറ്റ് ഈസ് എ മാഗ്നറ്റൈറ്റ് എന്ന് പറയും. മാഗ്നറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിൻ്റെ ഓർ തന്നെയാണ്. ഇതിനെ നമ്മൾ ലീഡിങ് സ്റ്റോൺ എന്നും പറയാറുണ്ട്. ലീഡിങ് സ്റ്റോൺ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ലോഡ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ LODE ലോഡ് സ്റ്റോൺ എന്നും പറയാറുണ്ട്. അതായത് ഇത് ഈ മാഗ്നറ്റിന് ഒരു ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഉണ്ട്. നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ ആൾക്കാർ എന്താണ് ഡയറക്ഷൻ കണ്ടുപിടിക്കാനൊക്കെ മാഗ്നറ്റ് ഉപയോഗിക്കുമായിരുന്നല്ലോ, മാഗ്നറ്റിക് നീഡിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ലോഡ് സ്റ്റോൺ എന്നും അല്ലെങ്കിൽ ലീഡിങ് സ്റ്റോൺ എന്നൊക്കെ പറയാറുണ്ട്. ക്ലിയർ ആയല്ലോ? പക്ഷേ ഇങ്ങനെയുള്ള ഈ നാച്ചുറൽ മാഗ്നറ്റ്സിന് എന്താണ് അതിൻ്റെ മാഗ്നറ്റിക് പവറൊക്കെ വളരെ കുറവായിരിക്കും. അത് ചെറിയ തോതിലുള്ള പവറേ കാണത്തുള്ളൂ. അപ്പം നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ എക്യുപ്മെൻറ്റ്സിലൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ്, അതായത് മാഗ്നറ്റിക് പവറുള്ള മാഗ്നറ്റ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിക്കുന്നതാണ് ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് നമുക്ക് പലതരത്തിലുണ്ടാക്കാൻ സാധിക്കും. അതായത് പല ഷേപ്പിൽ, സൈസിൽ, അതുപോലെ തന്നെ പല സ്ട്രെങ്ത്, മാഗ്നറ്റിക് പവർ പല രീതിയിലും കൂട്ടിയും കുറച്ചും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് പെർമനൻറ്റ് മാഗ്നറ്റും ഉണ്ട്, അതുപോലെ തന്നെ ടെമ്പററി ആയിട്ടുള്ള മാഗ്നറ്റും ഉണ്ട്. പെർമനൻറ്റ് മാഗ്നറ്റ് ആണെങ്കിൽ അത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന അലോയ്സ് ഉപയോഗിച്ചിട്ടാണ്. അലോയ്സ് ലൈക്ക് അൽനിക്കോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അലോയ് ഉപയോഗിച്ചിട്ടാണ് സാധാരണയായിട്ട് നമ്മൾ പെർമനൻറ്റ് മാഗ്നറ്റൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അൽനിക്കോ എന്ന് പറയുമ്പോൾ അതാണ് ലോഹസങ്കരമാണ്. അലോയ്സ് എന്ന് വെച്ചാൽ ലോഹസങ്കരം. അപ്പോൾ എന്തൊക്കെയുണ്ട് ഇതിൽ? അലൂമിനിയം ഉണ്ട്, നിക്കലുണ്ട്, കൊബാൾട്ട്. മനസ്സിലായില്ല? അപ്പം ഇങ്ങനെയുള്ള ഈ ലോഹസങ്കരങ്ങൾ ചേർത്തിട്ടാണ് സാധാരണയായിട്ട് പെർമനൻറ്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കുന്നത്. അപ്പം പെർമനൻറ്റ് മാഗ്നറ്റ് സാധാരണയായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ടാക്കുന്നത് അൽനിക്കോ ഉപയോഗിച്ചിട്ടാണ്. ദാറ്റ് ഈസ് അലൂമിനിയം, നിക്കൽ ആൻഡ് കൊബാൾട്ട്. ഇനി
പലതരത്തിലുള്ള മാഗ്നറ്റുകളുണ്ട്. ഇപ്പോൾ സപ്പോസ് ബാർ ഷേപ്പിലുള്ള ബാർ മാഗ്നറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അതായത് ഹോർസ് ഷൂ മാഗ്നറ്റ് എന്ന് പറയും, യു ഷേപ്പിലുള്ള മാഗ്നറ്റ് ഉണ്ട്, അതുപോലെ തന്നെ റിങ് പോലെ റിങ് മാഗ്നറ്റ് ഉണ്ട്, ഡിസ്ക് അല്ലെങ്കിൽ പ്ലേറ്റ് രൂപത്തിലുള്ള മാഗ്നറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മാഗ്നറ്റിക് കോമ്പസ്, ഇതെല്ലാം പലതരത്തിലുള്ള മാഗ്നറ്റുകളാണ്. അപ്പം ഈ മാഗ്നറ്റിനെല്ലാം പ്രധാനമായിട്ട് ഓർക്കേണ്ട കാര്യം അതിന് 2 പോള് കാണും, അതായത് മാഗ്നറ്റിക് പോള് കാണും. മാഗ്നറ്റിക് പോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മാഗ്നറ്റിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. അത് മറ്റ് ഒബ്ജക്ട്സിലേക്ക് എന്താണ് ഒരു ഫോഴ്സ് അവിടെ എക്സേർട്ട് ചെയ്യുന്നു, അതിനാണ് നമ്മൾ മാഗ്നറ്റിക് പോൾ എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്നറ്റിക് പോൾ ഈസ് എ പാർട്ട് ഓഫ് ദ മാഗ്നറ്റ് ദാറ്റ് എക്സേർട്സ് എ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഓൺ അതർ മാഗ്നറ്റ്സ് ഓർ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. മറ്റ് മാഗ്നറ്റ് അല്ലെങ്കിൽ മറ്റ് മാഗ്നറ്റിക് സബ്സ്റ്റൻസിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന ആ മാഗ്നറ്റിൻ്റെ പാർട്ടാണ് ദാറ്റ് ഈസ് എ മാഗ്നറ്റിക് പോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ മാഗ്നറ്റിക് പോൾ 2 എണ്ണമുണ്ട്, അതായത് നോർത്ത് പോളും സൗത്ത് പോളും. ഒരു മാഗ്നറ്റിന് 2 പോളുണ്ട്, അതായത് ഒന്ന് നോർത്ത് പോള്, രണ്ടാമത്തെ സൗത്ത് പോള്. ഇപ്പം നമ്മളൊരു ഫ്രീ ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ജസ്റ്റ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും അലൈൻ ചെയ്തിരിക്കുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും. മനസ്സിലല്ലോ, ഇത് ഫ്രീ ആയിട്ടുള്ള മാഗ്നറ്റ് നമ്മൾ ഒരു നൂലിൽ എന്തെങ്കിലും കെട്ടി ചുമ്മാ ഒന്ന് തൂക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും പോയിന്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും? നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്കായിരിക്കും. അതായത് ഈ മാഗ്നറ്റിന് നോർത്ത് പോളും ഉണ്ട് സൗത്ത് പോളും ഉണ്ട്. നോർത്ത് പോൾ എപ്പോഴും നോർത്ത് ഡയറക്ഷനിലേക്കും, ഭൂമിയുടെ നോർത്ത് ഡയറക്ഷനിലേക്കും, അതുപോലെ തന്നെ സൗത്ത് എങ്ങനെയാണ് സൗത്ത് ഡയറക്ഷനിലേക്കും അലൈൻ ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതൊരു മാഗ്നറ്റിനും എങ്ങനെയാണ് 2 പോളുണ്ട്, നോർത്ത് പോളുണ്ട് സൗത്ത് പോളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ചെറുതാണെങ്കിലും ഇപ്പോൾ ഒരു സപ്പോസ് ഒരു വലിയൊരു മാഗ്നറ്റ് നമ്മൾ എടുത്തു, ഇതിനെന്താണെങ്കിൽ നോർത്ത് പോളും ഉണ്ടാവും സൗത്ത് പോളും ഉണ്ടായിരിക്കും. അപ്പം ഈ മാഗ്നറ്റ് ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്തു, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താലും എന്താണ് ഇതിൻ്റെ ഒരു സൈഡ് നോർത്തും ആയിരിക്കും, മറ്റേ സൈഡ് സൗത്തും ആയിരിക്കും. മനസ്സിലായില്ല? അപ്പം ചെറിയൊരു മാഗ്നറ്റ് ആണെങ്കിൽ പോലും അതാണ് അതിന് നോർത്ത് പോളും ഉണ്ടായിരിക്കും സൗത്ത് പോളും ഉണ്ടായിരിക്കും. അതായത് ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിലെ ഏതൊരു ആറ്റം എടുത്താലും അതെന്താണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ പറയുന്നതാണ് ആറ്റോമിക് മാഗ്നറ്റ് എന്ന് പറയാറുണ്ട്. ആറ്റോമിക് മാഗ്നറ്റ് അതായത് ഈച്ച് ആറ്റം ഓഫ് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് മാഗ്നറ്റ്. അതായത് ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിലെ ഓരോ ആറ്റം എന്താണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റ് തന്നെയാണ്. അത് എത്ര ചെറുതായിരുന്നാലും പോലും അതെന്താണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു മാഗ്നറ്റ് തന്നെയാണ്. അതിന് 2 പോളും ഉണ്ടായിരിക്കും. ഒരിക്കലും മോണോപോളായിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല, അതായത് ഒറ്റ ഒരു പോളായിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല. എപ്പോഴും മാഗ്നറ്റ് ഡൈപോളായിട്ട് മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാഗ്നറ്റിനെ കുറിച്ച് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് മാഗ്നറ്റ് എന്ന് വെച്ചാൽ ഒരു സബ്സ്റ്റൻസ് ആണ്, അത് അട്രാക്റ്റ് ചെയ്യുന്നു ഇല്ലേ, അയൺ അല്ലെങ്കിൽ അയണിലേക്കുള്ള വസ്തുക്കളെ സബ്സ്റ്റൻസിനെ ഒബ്ജക്ട്സിനെ അത് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ഒരു മാഗ്നറ്റിനും എന്തുണ്ടായിരിക്കും 2 പോള് കാണും. അത് എത്ര ചെറുതായിരുന്നാലും അതിന് 2 പോള് കാണും, നോർത്ത് പോളും സൗത്ത് പോളും കാണും. ഇനി ഈ പോൾസിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതായത് സെയിം പോള് 2 മാഗ്നറ്റ് ഇരിക്കുകയാണ്, ആ 2 മാഗ്നറ്റിൻ്റെയും സെയിം പോളുകൾ അടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ അത് റിപ്പൽ ചെയ്യും. മനസ്സിലായി? ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യും, പക്ഷേ അൺലൈക്ക് പോൾസ് അതായത് വ്യത്യസ്തമായിട്ടുള്ള പോളുകൾ വരുവാണെന്നുണ്ടെങ്കിൽ അത് അട്രാക്റ്റ് ചെയ്യും. അത് മാഗ്നറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അത് ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് ചെയ്യും. മനസ്സിലായല്ലോ? ഇവിടെ നോക്കുക, ഈ പിക്ചർ നോക്കുക, അതായത് മാഗ്നറ്റ്സ് വെച്ചിട്ടുണ്ട്. ഫസ്റ്റിൽ നോക്കിയാൽ എന്താണ് ആ 2 മാഗ്നറ്റ് വെച്ചിരിക്കുന്നത് അതിൻ്റെ നോർത്ത് പോൾ തമ്മിലാണ് അടുത്ത് വന്നിരിക്കുന്നത്. അപ്പം 2ൻ്റെ നോർത്ത് പോൾ തമ്മിൽ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ അത് റിപ്പൽ ചെയ്യും. മനസ്സിലായില്ലേ? അതായത് ലൈക്ക് പോൾസ് ആണ്, ലൈക്ക് പോൾ വന്നപ്പോൾ അവിടെ റിപ്പൽ ചെയ്തു. രണ്ടാമത്തെ നോക്കുക, 2 സൗത്ത് പോളുകളാണ് വന്നിരിക്കുന്നത് അല്ലേ, 2 സൗത്ത് പോളുകൾ ചേർന്ന് വന്നിരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടുത്തെ ഫോഴ്സ് എങ്ങനെയായിരിക്കും? റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും. അത് റിപ്പൽ ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തെ നോക്കുക, അതായത് ഒരു സൗത്ത് പോളും, ആദ്യത്തെ മാഗ്നറ്റിൻ്റെ സൗത്ത് പോള്, രണ്ടാമത്തെ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളുമാണ്. അതായത് അൺലൈക്ക് പോൾസ് ആണ് അല്ലേ. അൺലൈക്ക് പോൾസ് ആകുമ്പോൾ അവിടുത്തെ ഫോഴ്സ് എങ്ങനെയായിരിക്കും? അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. അത് തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. നാലാമത്തെ ഫിഗർ നോക്കുക, നോർത്ത് പോളും സൗത്ത് പോളും ആണ് ഇരിക്കുന്നില്ല. അപ്പം നോർത്ത് പോളും സൗത്ത് പോളും ആകുമ്പോൾ എന്താണ് അവിടെ അൺലൈക്ക് പോൾസ് ആണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അട്രാക്റ്റീവ് ഫോഴ്സ്. അവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതൊക്കെയാണ് മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മാഗ്നറ്റിന് 2 പോളുണ്ട്, നോർത്തും സൗത്തുമാണ്. അത് ചെറിയ മാഗ്നറ്റ് ആയിരുന്നാലും എത്ര ചെറിയ മാഗ്നറ്റ് ആണെങ്കിലും അതിന് 2 പോൾസ് കാണും. അതായത് മോണോപോളായിട്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഡൈപോളായിട്ട് മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ദെൻ ലൈക്ക് പോൾസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് പോൾസ് ആണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരു മാഗ്നറ്റ് ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ അലൈൻ ചെയ്യും? നോർത്ത് സൗത്ത് ഡയറക്ഷൻ അലൈൻ ചെയ്യും. അപ്പോൾ ഇങ്ങനെ നോർത്ത് സൗത്ത് ഡയറക്ഷൻ അലൈൻ ചെയ്യുന്നതുകൊണ്ട് അതിനൊരു ഡയറക്ഷണൽ പ്രോപ്പർട്ടി, അപ്പം മാഗ്നറ്റ് എന്തുണ്ട്? ഒരു ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പണ്ട് കാലങ്ങളിലൊക്കെ ആൾക്കാർ ദിശയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ മാഗ്നറ്റിക് നീഡിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പം മാഗ്നറ്റിന് ഒരു ഡയറക്ഷണൽ പ്രോപ്പർട്ടിയും ഉണ്ട്. മാഗ്നറ്റ് ഈസ് എനി സബ്സ്റ്റൻസ് ദാറ്റ് അട്രാക്ട്സ് അയൺ ഓർ അയൺ ലൈക്ക് സബ്സ്റ്റൻസ്.
Permanent magnets are made by alloy like alnico. Then magnetic pole. It is a part of the magnet that exerts the strongest force on other magnets or magnetic material. Then every magnet has two poles even if they are very small, that is north and south. Like poles repel each other and unlike poles attracts each other. A freely moving magnet always aligns itself in the north-south direction. That is, a magnet possesses directional property. Each atom of a magnetic substance is an independent magnet. They are called atomic magnets. Then next is a magnetic compass. Magnetic compass എന്ന് വെച്ചാൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഈ ഡയറക്ഷണൽ പ്രോപ്പർട്ടി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനെന്താണ് ഒരു ബേസ് പാർട്ടും കാണും, അതുപോലെ ഒരു നീഡിലും കാണും. ഈ നീഡിൽ എന്ന് വെച്ചാൽ നോർത്ത് സൗത്ത് ഇൻഡിക്കേറ്റ് ചെയ്യും. സാധാരണയായിട്ട് നോർത്തിനെ കാണിക്കുന്നത് റെഡ് കളറിൽ വെച്ചിട്ടായിരിക്കും നോർത്തിനെ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാഗ്നറ്റിക് കോമ്പസ് നമ്മളൊരു മാഗ്നറ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ അത് ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഡിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഏത് സൈഡിലേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ അതനുസരിച്ച് നമുക്ക് അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെയൊക്കെ ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു മാഗ്നറ്റ് പറഞ്ഞു, ഈ മാഗ്നറ്റിന് എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടല്ലോ. അപ്പം ആ മാഗ്നറ്റിന് ചുറ്റും എന്തുമാത്രം ഏരിയയിലാണ് ആ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ദാറ്റ് സ്പേസ് അല്ലെങ്കിൽ ദാറ്റ് ഏരിയ ഈസ് നോൺ ആസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ക്ലിയറായല്ലോ. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എ സ്പേസ് ഓർ ഏരിയ അറൗണ്ട് ദ മാഗ്നറ്റ് ഹൂസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എക്സ്പീരിയൻസ്ഡ്. ആ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ സ്പേസ്, മാഗ്നറ്റിന് ചുറ്റുമുള്ള ആ സ്പേസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും. അതായത് കാന്തിക മണ്ഡലം എന്ന് പറയും. കാന്തിക മണ്ഡലം മനസ്സിലായല്ലോ. അപ്പം ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതായത് അതിന് ഡയറക്ഷനും ഉണ്ടാവും, അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആയിട്ടാണ്, അല്ലെങ്കിൽ പറയാം മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയാം. ഈ മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ലൈൻസ് ആണ്, ഫീൽഡ് ലൈൻസ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ പറയുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മളൊരു ബാർ മാഗ്നറ്റ് ഇവിടെ എടുത്തു, ഇങ്ങനെ ഒരു ബാർ മാഗ്നറ്റ് എടുത്തു, ഇത് സപ്പോസ് സൗത്ത്, ഇത് നോർത്ത് ആണെന്ന് വിചാരിച്ചു. അപ്പം ഇതിന് ചുറ്റും എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതായത് മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫോഴ്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്, ഇങ്ങനെയാണ് ഈ ഫീൽഡ് ലൈൻസ്, ഇങ്ങനെയാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ചുമ്മാ വരയ്ക്കുകയല്ല, ഇതിന് നമ്മൾ പറഞ്ഞ് മാഗ്നറ്റിക് ഫീൽഡിൽ എങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനൊരു ഡയറക്ഷൻ ഉണ്ട്. ഇത് എപ്പോഴും ഡയറക്റ്റ് ചെയ്യുന്നത് നോർത്ത് ടു സൗത്ത് ആണ്. ഫീൽഡ് ലൈൻസിൻ്റെ പ്രത്യേകതയാണ്, ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് നോർത്തിൽ നിന്നും അതുപോലെ എൻഡ് ചെയ്യുന്നത് സൗത്തിലേക്കായിരിക്കും. അപ്പം ഇവിടുന്ന് നോർത്തിൽ നിന്നും ഈ രീതിയിലായിരിക്കും ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ, നോർത്തിൽ നിന്നും സൗത്തിലേക്കായിരിക്കും ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, നോർത്തിൽ നിന്നാണ്. ദെൻ അത് എൻഡ് ചെയ്യുന്നത് എങ്ങോട്ടാണ്, സൗത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രത്യേകതയാണ് ദാറ്റ് ഈസ് ഒറിജിനേറ്റ് ഫ്രം നോർത്ത് ആൻഡ് എൻഡ്സ് അറ്റ് സൗത്ത്. ദെൻ അതുപോലെ തന്നെ ഈ മാഗ്നറ്റ്, ഇതാണല്ലോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞത്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള കർവ്സ് ആണ്, കണ്ടിന്യൂസ് ആണ്, അതുപോലെ തന്നെ ക്ലോസർ ആയിട്ടുള്ള കർവ്സ് ആണ്. അതിങ്ങനെ ഒരിക്കലും ഇൻ്റർസെക്റ്റ് ഒന്നുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല, കൂടിച്ചേരുന്നില്ല. ഓരോ ഫീൽഡ് ലൈൻസും സെപ്പറേറ്റ് ആണ്, അതൊരിക്കലും കൂടിച്ചേരുന്നില്ല. അതുപോലെ തന്നെ എന്താണ്, ക്ലോസർ കർവാണ്, കണ്ടിന്യൂസും ആണ്. പിന്നെ ഇപ്പം ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ക്ലോസർ ആയിട്ടിരിക്കുകയാണെങ്കിൽ, ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡാണ്. അവിടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും, ക്ലോസർ ആയിട്ടിരിക്കും. അതേസമയം ഫീൽഡ് ലൈൻസ് ഇങ്ങനെ മാറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഒന്നുമായിട്ട് മാറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് അവിടെ കുറവായിരിക്കും, വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡാണ്. അത് ഫാദർ ആയിട്ടിരിക്കുകയാണെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ദാറ്റ് ഈസ് വീക്ക് മാഗ്നറ്റിക് ഫീൽഡാണ്. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമ്മൾ നോർത്ത് ടു സൗത്ത് ആണെന്ന് പറഞ്ഞു. ഈ നോർത്ത് ടു സൗത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ആണ്. മാഗ്നറ്റിൻ്റെ പുറത്തു കൂടെ ആണെന്നുണ്ടെങ്കിൽ അത് നോർത്ത് ടു സൗത്ത് ആണ്. പക്ഷേ ഇൻസൈഡ് ദ മാഗ്നറ്റ്, ഈ മാഗ്നറ്റിൻ്റെ ഉള്ളിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സൗത്ത് ടു നോർത്ത് ആയിരിക്കും.
അത് ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ് ലൈൻസ് ഈസ് ഇൻസൈഡ് ദ മാഗ്നെറ്റ് ഈസ് ഫ്രം സൗത്ത് ടു നോർത്ത് ആൻഡ് ഔട്ട്സൈഡ് ഈസ് ഫ്രം നോർത്ത് ടു സൗത്ത്. ദാറ്റ് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ക്ലിയർ ആയല്ലോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? നോർത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു, എൻഡ് ചെയ്യുന്നത് സൗത്തിലേക്കാണ്. അതുപോലെ തന്നെ അത് ക്ലോസ്ഡ് കണ്ടിന്യൂസ് കർവ്സ് ആണ്. ലൈൻസ് എല്ലാം ക്ലോസർ ആയിട്ടിരിക്കുകയാണെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ഈസ് സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അത് ഫാദർ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് വീക്ക് ആയിരിക്കും. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ സൗത്ത് ടു, ഇൻസൈഡ് ദ മാഗ്നറ്റ് ആണെങ്കിൽ സൗത്ത് ടു നോർത്ത് ആയിരിക്കും. Then outside the magnet ആണെങ്കിൽ that is from north to south ആയിരിക്കും. That is a magnetic field lines. മനസ്സിലല്ലോ? അപ്പം ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഫിഗർ ആണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പം നമ്മൾ പറഞ്ഞു ഈ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഈ ഫീൽഡ് ലൈൻസ് ഉണ്ടെന്നുണ്ട്. ഒരു യൂണിറ്റ് ഏരിയയിലുള്ള ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ടോട്ടൽ നമ്പറിന് അല്ലെങ്കിൽ നമ്പറിനെ നമ്മൾ പറയുന്നതാണ് ദാറ്റ് ഈസ് എ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയും. ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ ഉണ്ടാകുന്ന ആ ഏരിയയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ നമ്പറാണ്. അപ്പം ദാറ്റ് ഈസ് എ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ആ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലായിട്ടും ഉണ്ടാകുന്നത് പോളിലായിരിക്കും. പോൾ ആ മാഗ്നറ്റിൻ്റെ ഏതൊരു മാഗ്നറ്റ് ആണെങ്കിലും ആ മാഗ്നറ്റിൻ്റെ പോളിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നോക്കി രണ്ട് മാഗ്നറ്റ് അത് ലൈക്ക് പോളുകളായിട്ടിരിക്കുന്നു. അപ്പോൾ ലൈക്ക് പോളുകളുള്ള മാഗ്നറ്റ് ആയിരിക്കും എന്താണ് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് റിപ്പൽസീവ് ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോക്കി അപ്പം ആ ഒരു രണ്ട് മാഗ്നറ്റിൻ്റെയും ഇടയിലുണ്ടാകുന്ന ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ടോട്ടൽ നമ്പർ അതായിരിക്കും അവിടുത്തെ ആ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേസമയം അൺലൈക്ക് പോൾസുകളാണെന്നുണ്ടെങ്കിൽ നോക്കി അൺലൈക്ക് പോൾസുകളാകുമ്പോൾ നമുക്കറിയാം അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ പർട്ടിക്കുലർ ഏരിയയിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ നമ്പറാണ് അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലായിട്ടുണ്ടാകുന്ന എവിടെയാണ്? അതിൻ്റെ പോളുകളിലായിരിക്കും, മാഗ്നറ്റിൻ്റെ പോളുകളിലായിരിക്കും ആ മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി കൂടുതലായിട്ടും ഉണ്ടായിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ്. The area around a magnet where a magnetic force is experienced is called a magnetic field. It is a quantity that has both direction and magnitude. Magnetic field lines. Magnetic field is represented by field lines also called magnetic lines of force. Properties. Field lines arise from north and ends into south. Field lines are closed curves and it closer in stronger magnetic field. Field lines never intersect each other. Direction of field lines inside a magnet is from south to north and outside is from north to south. Then magnetic flux. It is a number of magnetic field lines passing through the surface or unit area. It shows the quantity or strength of magnetic lines produced by the magnet. Then next is a magnetic induction. കാന്തിക പ്രേരണ എന്ന് പറയും. അതായത് ഒരു മാഗ്നറ്റിൻ്റെ പ്രസൻസിൽ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്താണ് മാഗ്നറ്റിസം അക്യൂർ ചെയ്യുന്നു, മാഗ്നറ്റിസം നേടിയെടുക്കുന്നു. ഒരു മാഗ്നറ്റിൻ്റെ പ്രസൻസിൽ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്താണ് ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവിടെ അല്ലെങ്കിൽ മാഗ്നറ്റിസം അവിടെ അക്യൂർ ചെയ്യുന്നു, നേടിയെടുക്കുന്നു. ആ ഒരു ഫിനോമിന് പറയുന്ന പേരാണ്, ആ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. That is a phenomenon of a magnetic substance acquiring magnetism due to the presence of a magnet that is known as a magnetic induction. അതായത് ഒരു മാഗ്നറ്റിൻ്റെ പ്രസൻസിൽ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആ മാഗ്നറ്റിസം അതായത് ആ മാഗ്നറ്റിക് ഫോഴ്സ് നേടിയെടുക്കുന്നു. ആ ഫിനോമിന് പറയുന്ന ആ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ കാന്തിക പ്രേരണം. ക്ലിയറായല്ലോ? അപ്പോൾ അങ്ങനെ നേടിയെടുത്ത ആ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അവിടെ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് നേടിയെടുത്തല്ലോ. അപ്പോൾ ആ മാഗ്നറ്റിക് ഫോഴ്സിന് നമ്മൾ പറയുന്നതാണ് ദാറ്റ് ഈസ് എ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം എന്ന് പറയും, അതായത് പ്രേരിത കാന്തശക്തി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്താണ് മാഗ്നറ്റിസം അവിടെ നേടിയെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നേടിയെടുക്കുന്ന ആ സബ്സ്റ്റൻസിൻ്റെ ആ മാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ എബിലിറ്റി, ആ എബിലിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് സസെപ്റ്റിബിലിറ്റി എന്ന് പറയും. സസെപ്റ്റിബിലിറ്റി മനസ്സിലല്ലോ? അപ്പോൾ സസെപ്റ്റിബിലിറ്റി ഈസ് എ എബിലിറ്റി ഓഫ് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ടു ഗെറ്റ് മാഗ്നറ്റൈസ്ഡ്
അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിൽ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് മാഗ്നറ്റൈസ്ഡ് ആവുന്നുണ്ട്, മാഗ്നറ്റൈസേഷൻ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ കിട്ടുന്ന ആ എബിലിറ്റി, അത് ആ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനുള്ള എബിലിറ്റി, ദാറ്റ് ഈസ് നോൺ ആസ് സസെപ്റ്റിബിലിറ്റി. അത് എല്ലാ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനും അങ്ങനെ ഒരു എബിലിറ്റി ഉണ്ടായിരിക്കില്ല, ചില ചില സബ്സ്റ്റൻസിന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു എബിലിറ്റി ഉണ്ടാകത്തുള്ളൂ. അപ്പം ആ എബിലിറ്റി ഈസ് നോൺ ആസ്, ആ കഴിവിന് പറയുന്ന പേരാണ് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്താണ്, അങ്ങനെ മാഗ്നറ്റിസം നേടിയെടുത്തു. ഇനി ആ നേടിയെടുത്ത മാഗ്നറ്റിസം അവിടെ റീറ്റെയിൻ ചെയ്യണം, നിലനിൽക്കണം. അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് ഇല്ല എങ്കിലും അത് ആ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് നേടിയെടുത്ത് ആ മാഗ്നറ്റിസം അവിടെ നിലനിൽക്കണം. അപ്പോൾ അങ്ങനെ നിലനിൽക്കാനുള്ള ആ മാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ കഴിവിനെ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് റിറ്റൻറ്റിവിറ്റി. റിറ്റൻറ്റിവിറ്റി എന്ന് പറയും. റിറ്റൻറ്റിവിറ്റി, സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വശകത എന്ന് പറയും. സസെപ്റ്റിബിലിറ്റി, റിറ്റൻറ്റിവിറ്റി ദാറ്റ്സ് ഓൾസോ റിറ്റൻറ്റിവിറ്റി തന്നെ. അപ്പോൾ ദാറ്റ് ഈസ് എ സസെപ്റ്റിബിലിറ്റി ആൻഡ് റിറ്റൻറ്റിവിറ്റി. ദാറ്റ് ഈസ് സസെപ്റ്റിബിലിറ്റി ഈസ് എ എബിലിറ്റി ഓഫ് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ടു ഗെറ്റ് മാഗ്നറ്റൈസ്ഡ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിൽ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്താണ് മാഗ്നറ്റിസം നേടിയെടുക്കുന്നു. അപ്പം ആ നേടിയെടുക്കാനുള്ള ആ മാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ കഴിവിനെയാണ് നമ്മൾ സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നേടിയെടുത്ത കഴിവ് ആ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് റീറ്റെയിൻ ചെയ്യണം, അതിനെയാണ് നമ്മൾ പറയുന്നത് റിറ്റൻറ്റിവിറ്റി എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പം സാധാരണയായിട്ട് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ഉണ്ടാക്കുന്നത് സ്റ്റീൽ അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ സോഫ്റ്റ് അയൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സോഫ്റ്റ് അയണിന് ഈ സസെപ്റ്റിബിലിറ്റി ഹൈ ആണ്, അതായത് ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിൽ പെട്ടെന്ന് അത് മാഗ്നറ്റൈസ്ഡ് ആവുന്നുണ്ട് സോഫ്റ്റ് അയൺ. പക്ഷേ അത് നിലനിർത്താനുള്ള കഴിവ് സോഫ്റ്റ് അയണിന് കുറവാണ്, അതായത് റിറ്റൻറ്റിവിറ്റി സോഫ്റ്റ് അയണിന് കുറവാണ്. മനസ്സിലായത്? മാഗ്നറ്റിക് ഫീൽഡ് മാറ്റിക്കഴിഞ്ഞാലും എന്താണ് ആ മാഗ്നറ്റിസം സോഫ്റ്റ് അയണിലാണെന്നുണ്ടെങ്കിൽ അത് റീറ്റെയിൻ ചെയ്യുന്നില്ല. അതേസമയം സ്റ്റീലിനാണെന്നുണ്ടെങ്കിൽ ഈ റിറ്റൻറ്റിവിറ്റി അവിടെ കൂടുതലാണ്. അതായത് സ്റ്റീൽ ആ നേടിയെടുത്ത മാഗ്നറ്റിസം എന്താണ് കൂടുതൽ കാലവലയിൽ കൂടുതൽ സമയം അവിടെ നിലനിർത്തുന്നുണ്ട്. മനസ്സിലായല്ലേ? അപ്പം സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം റിറ്റൻറ്റിവിറ്റി അവിടെ ഹൈ ആണ്, പക്ഷേ സസെപ്റ്റിബിലിറ്റി അവിടെ കുറവാണ്. കാരണം പെട്ടെന്ന് സോഫ്റ്റ് അയൺ പോലെ പെട്ടെന്ന് അത് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റില്ല സ്റ്റീലിന്. ദെൻ നെക്സ്റ്റ് ഈസ് എ ഇലക്ട്രോമാഗ്നെറ്റ്. നമ്മൾ പറഞ്ഞു ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് പറഞ്ഞു, അതായത് പെർമനൻറ്റ് മാഗ്നറ്റ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിൽ നമുക്ക് എന്താണ് അവിടെ മാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള പെർമനൻറ്റ് മാഗ്നറ്റിനെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സ്ട്രെങ്ത് ഒന്നും ഉണ്ടാക്കില്ല, അതിനൊരു പർട്ടിക്കുലർ സ്ട്രെങ്തേ കാണത്തുള്ളൂ. ഇപ്പം നമ്മൾ വേറെ പല പല സിറ്റുവേഷൻസിലൊക്കെ കൂടുതൽ സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഇങ്ങനെ കൂടുതൽ സ്ട്രെങ്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പെർമനൻറ്റ് മാഗ്നറ്റ് നമുക്കങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തുകൊണ്ട്, അതായത് ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു സബ്സ്റ്റൻസ് അവിടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അറ്റൈൻ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ല? അപ്പം ഒരു കണ്ടക്ടറിലേക്ക് നമ്മളൊരു ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താണ് അതിനൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളതിനെ നമ്മൾ പറയുന്നതാണ് ദാറ്റ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയും. മനസ്സിലായി? ഇലക്ട്രോമാഗ്നറ്റിസം, ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ അതെന്തായിട്ട് മാറും, മാഗ്നറ്റായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ നമ്മൾ എടുക്കുകയാണ്, ആ സ്ട്രെയിറ്റ് കണ്ടക്ടറിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിനൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി വരുന്നുണ്ട്. അതിൻ്റെ സമീപം ഒരു നീഡിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അതിനൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി വന്നു എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് ഒരു കണ്ടക്ടറിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് കണ്ടക്ടറിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി വരുന്നുണ്ട്, പക്ഷേ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രെങ്ത് ഒന്നും ഉണ്ടായിരിക്കില്ല. മനസ്സിലായല്ലോ? അപ്പം കൂടുതൽ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് ഒരു കോപ്പർ വയറിന് ഇൻസുലേറ്റഡ് കോപ്പർ വയറിനെ നമ്മൾ എന്താണ് ഒരു ഹെലിക്സ് രൂപത്തിൽ ഇങ്ങനെ ചുരുളുകളാക്കി മാറ്റി, ഹെലിക്സ് എന്ന് പറയുന്നതിന്. അപ്പോൾ അങ്ങനെ ചുരുളുകളാക്കി മാറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് മാറും. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പം ഇലക്ട്രോമാഗ്നറ്റ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു കോപ്പർ വയർ, ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഒരു ഹെലിക്സ് രൂപത്തിൽ ഇങ്ങനെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് ഇലക്ട്രോമാഗ്നറ്റ് ആയിട്ട് മാറും. ഇനി അതിലും കൂടുതൽ സ്ട്രെങ്ത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ അതിലേക്കൊരു സോഫ്റ്റ് അയൺ കോറും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതായത് ആ കോയിലുണ്ടല്ലോ, ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഇങ്ങനെ ഒരു ഹെലിക്സ് രൂപത്തിൽ ചുറ്റി വെച്ചിരിക്കുകയല്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സോഫ്റ്റ് അയൺ കോറും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അതിൻ്റെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടാൻ സാധിക്കും. ദാറ്റ് ഈസ് എ ഇലക്ട്രോമാഗ്നറ്റ്. അപ്പോൾ ദാറ്റ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് കൺസിസ്റ്റ് ഓഫ് എ ലോങ് കോയിൽ ഓഫ് ഇൻസുലേറ്റഡ് കോപ്പർ വയർ റാപ്ഡ് ഓൺ എ സോഫ്റ്റ് അയൺ കോർ. ഒരു സോഫ്റ്റ് അയൺ കോറിൽ ഒരു വളരെ നീളമുള്ള ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചിരിക്കും. ദാറ്റ് ഈസ് എ ഇലക്ട്രോമാഗ്നറ്റ്. അപ്പം അങ്ങനെയുള്ള ഇലക്ട്രോമാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് നമുക്ക് വേരി ചെയ്യാൻ സാധിക്കും. അതായത് അതിൽ കൊടുക്കുന്ന കറണ്ട് ഇൻറ്റൻസിറ്റി വേരി ചെയ്താൽ നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത് വേരി ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസ്, ചുരുട്ടുമല്ല, അപ്പോൾ ആ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത് വേരി ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടെ
ഉപയോഗിക്കുന്ന സോഫ്റ്റ് അയൺ കോർ ഇല്ല, ആ സോഫ്റ്റ് അയൺ കോറിൻ്റെ ഏരിയ ഒക്കെ ചേഞ്ച് ചെയ്താൽ നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പം ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി മാഗ്നറ്റാണ്. ആ ഇലക്ട്രിസിറ്റി നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവിടെ നഷ്ടപ്പെട്ടു. മനസ്സിലാവും? അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡീമാഗ്നറ്റൈസ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ പൊളാരിറ്റി, അതായത് ഒരു മാഗ്നറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ അത് മാഗ്നറ്റായിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ പൊളാരിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പം കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനൊക്കെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ പൊളാരിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രത്യേകതകളൊക്കെ ഇലക്ട്രോമാഗ്നറ്റിനുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പററി മാഗ്നറ്റാണ്. അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡീമാഗ്നറ്റൈസ് ചെയ്താൽ അതിൻ്റെ സ്ട്രെങ്ത് നമുക്ക് വേരി ചെയ്യാം. അതുപോലെ അതിൻ്റെ പൊളാരിറ്റി നമുക്ക് വേരി ചെയ്യാം. അതുപോലെ തന്നെ ഇതൊരു സ്ട്രോങ് മാഗ്നറ്റുമാണ്. ഇലക്ട്രോമാഗ്നറ്റ്. An electromagnet is a type of magnet in which the magnetic field is produced by an electric current. It consists of a long coil of insulated copper wire wrapped on a soft iron core. Electromagnet properties: it is a temporary magnet, so it can be easily demagnetized. Strength can be varied. Polarity can be reversed. Generally strong magnet. Then the difference between bar magnet and electromagnet. Bar magnet, the magnetism is permanent, but in electromagnet the magnetism is temporary. In bar magnet, poles cannot be reversed, but in electromagnet poles can be reversed. In bar magnet, strength of magnetic field cannot be changed, but in electromagnet strength of magnetic field can be changed. In bar magnet does not need electric current to act as a magnet, but in electromagnet requires electric current to act as an electromagnet. Then in bar magnet the magnetic field is not so strong, but in electromagnet the magnetic field is very strong. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് മാഗ്നറ്റിസത്തെക്കുറിച്ചുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ്. 10th ആവശ്യമുള്ള കാര്യങ്ങൾ, ഒരു ബേസിക് കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക്